Hi friends, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി പേസ്ട്രിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. സോ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ബൗളിലെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 1/4 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു അരിപ്പ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ഹോൾ വീറ്റ് ഫ്ലവർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മോൾഡ് ഒന്ന് തട്ടിക്കൊടുക്കാം, കാരണം എയർ ബബിൾസ് ഉള്ളതൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഓവൻ അല്ല യൂസ് ചെയ്തേക്കുന്നത്. അതിന് പകരം വലിയൊരു പാത്രത്തിനകത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ട്രേ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബേക്കിംഗ് മോൾഡ് ഇറക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊരു 25 to 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ നമ്മുടെ മിനി പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 30 മിനിറ്റോളം എടുത്ത് ഒന്ന് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിനി പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ് വേണ്ടത്. സോ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും അത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് ലെയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡൊന്നും പൊടിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐസിങ് അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ, കാരണം ഇതൊരു മിനി പേസ്ട്രി ആയതുകൊണ്ട് കുറച്ച് മാത്രം റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ലെയർ എടുത്ത് അതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കോഫി ഫ്രോസ്റ്റിംഗ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുക, നല്ല തിക്കായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ കോഫി ഫ്രോസ്റ്റിംഗ് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻസും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നിങ്ങൾ ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യുക. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മിനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മിനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾക്ക് വലിയ കേക്കൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഈ ചെറിയൊരു പേസ്റ്റ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഇതുപോലെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.